വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മിത്ര സുഖകരമായൊരു ഉറക്കമൊക്കെ കഴിഞ്ഞെണീക്കുമ്പോൾ എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കുന്നുണ്ട്. ആദ്യമൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ വന്നെങ്കിലും പിന്നെ അവൾക്ക് ടീനയെ ഓർമ്മ വന്നു. തന്നോട് വഴക്കിട്ടുകൊണ്ട് അവൾ പോവാൻ റെഡിയായത് ഓർമ്മ വന്നു. മിത്ര എഴുന്നേറ്റു. അതുവരെ ഉണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെട്ടു. പകരം മുഖം വലിഞ്ഞു മുറുകി. ബാത്റൂമിൽ കയറി മുഖമൊന്ന് കഴുകി തുടച്ച് യാതൊരു ധൃതിയുമില്ലാതെ മിത്ര അടുക്കളയിലേക്കാണ് ആദ്യം ചെന്നത്. ടീനയുടെ മുറിയുടെ വാതിൽ തുറന്നിടപ്പുണ്ട്. അടുക്കളയിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. മിത്ര വാതിൽക്കൽ ചെന്നിന്നൊന്നറിയാതെ ടീന തകർത്തു പാചകത്തിലാണ്. ചെറിയ ശബ്ദത്തിൽ അവളുടെ ഫോണിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ തിരിഞ്ഞടക്കുമ്പോഴും ടീനയോടുള്ളിലെ നീരസം അതുപോലെ തന്നെ ബാക്കിയുണ്ട്. ഇതുവരെയുള്ള പോലെയല്ല, അത്രയും ക്രൂരമായിട്ടാണ് അവൾ തന്നെയും തന്റെ പ്രണയത്തെ അവഹേളിച്ച് രസിക്കാൻ ശ്രമിച്ചത്. അഭിപ്രായ വ്യത്യാസങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കുറച്ചു നേരം അപ്പോഴത്തെ ആ മൂട് മാറുവരെയും മിണ്ടാതിരിക്കാൻ ശ്രമിക്കും. അത് ദേഷ്യത്തോടെ കൂടുതൽ സംസാരിച്ചുകൊണ്ട് പ്രശ്നം രൂക്ഷമാവാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പറയരുതെന്ന് തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ പോലും കുത്തിച്ചികഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ ദേഷ്യത്തിനൊരു പ്രത്യേക കഴിവുണ്ട്. അതൊഴിഞ്ഞു കിട്ടാൻ മനഃപൂർവ്വം മിണ്ടാതിരിക്കാൻ ശ്രമിക്കും താനും അവളും. സിറ്റ് ഔട്ടിലെ കസേരയിൽ വന്നിരുന്നുണ്ടവൾ വിശ്വയുടെ വീട്ടിലേക്കാണ് ആദ്യം നോട്ടം പോയതും. അതോടെ വീണ്ടും ഹൃദയം തെളിയുന്നു. അതിനൊപ്പം മുഖവും. അവരുമായി സംസാരിച്ച കാര്യങ്ങളൊക്കെയും വീണ്ടും വീണ്ടും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. ചായ. മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച ഒരു ചായക്കപ്പ്. അതിനൊപ്പം പിന്നിൽ നിന്നും ടീനയുടെ സ്വരം. അത് തിരിഞ്ഞിട്ട് അവളെ നോക്കിയപ്പോൾ ചായ കുടിച്ചുകൊണ്ട് റോഡിലേക്കാണ് നോക്കുന്നത്. ഈ പ്രശ്നം ഇനിയും വലിച്ചു നീട്ടി കൂടുതൽ വഷളാക്കരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് മിത്ര അത് കൈനീട്ടി വാങ്ങിയതും. പക്ഷേ അപ്പോഴൊന്നും മിണ്ടാൻ തോന്നിയില്ല. തന്നെ അവൾ തെറ്റായി അടയാളപ്പെടുത്തി കഴിഞ്ഞതിന്റെ പരിഭവം പോലെ മിത്ര മിണ്ടാതിരുന്നുകൊണ്ട് കുടിച്ചു തീർത്തു. ആൾക്ക് മുന്നിലെ തിണ്ണയിലിരുന്നുകൊണ്ട് ടീനയും ചായ കുടിക്കുന്നുണ്ട്. അവൾക്കും മിത്രയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങണമെന്നുണ്ട്. പക്ഷെ എന്തു പറഞ്ഞിട്ട് തുടങ്ങുമെന്നറിയാത്ത ആശങ്കയോടെ അവളും വീർപ്പുമുട്ടലോടെ തന്നെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ആ രണ്ടുപേരും അങ്ങനെ ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വന്നത്. തെളിഞ്ഞു കത്തുന്ന വിളക്കിന് ചുറ്റും പാറിപ്പറന്നടക്കുന്ന പാറ്റകളെ നോക്കിയിരിക്കുന്ന പല്ലിയെ പോലെ അത് താഴെ വീണാൽ തിന്നാമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന മനസ്സ്. ആ പാറ്റകൾ ഉയർന്നു പറക്കുന്നതിന്റെ സന്തോഷമൊന്നുമില്ല അതിന്റെ മുഖത്തുള്ളത്. അവയെപ്പോലെ ഉയരങ്ങളിൽ പാറി നടക്കണമെന്നുള്ള ആഗ്രഹവുമല്ല. പകരം അവ കുഴഞ്ഞു വീഴണേയെന്നാണ്. എങ്കിലേ തന്റെ വിശപ്പ് മാറൂ എന്നുള്ള സ്വാർത്ഥതയാണ്. അതുപോലെയാണിപ്പോൾ താനുമെന്ന് വിശ്വക്ക് തോന്നി. മിത്രക്ക് തന്നോടുള്ള ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. തനിക്കൊപ്പം നടക്കുമ്പോൾ, തന്നോട് സംസാരിക്കുമ്പോൾ, അപ്പോഴെല്ലാം അവളുടെ വിടർന്നു നിൽക്കുന്ന കണ്ണുകൾ, ചുണ്ടിലെ ചിരി, പ്രകടമായി തന്നെ കാണുന്ന സന്തോഷം, ഇതെല്ലാം പ്രിയപ്പെട്ടവരോടൊപ്പം മാത്രം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന വികാരങ്ങളാണ് അവ ഓരോന്നും. തനിക്കോ? ആളോടൊപ്പമുള്ള നിമിഷങ്ങളിൽ ഹൃദയ നോവുകളെ കുറിച്ച് പോലും മറക്കുന്നു. സന്തോഷമാണ്, സമാധാനമാണ്. എല്ലാത്തിനും പുറമെ ആളോട് പറഞ്ഞ പോലെ അവളെ കാണാതിരിക്കുമ്പോൾ കാണാൻ തോന്നുന്നു. മിണ്ടാതിരിക്കുമ്പോൾ നിറയെ സംസാരിക്കാൻ തോന്നുന്നു. അതൊക്കെയും പ്രണയത്തിന്റെ അടയാളങ്ങൾ തന്നെയാണ്. പക്ഷേ തലക്ക് മുകളിൽ കെട്ടി തൂക്കിയിട്ടൊരു വാള് പോലെയാണ് ആൾക്ക് തന്റെ പ്രണയം. നെറുകയിൽ കുത്തി തുളച്ചു കയറി ആളെ കൊല്ലാകൊല ചെയ്യാൻ തയ്യാറെടുപ്പ് നടത്തുന്ന തന്റെ ക്രൂര നിറഞ്ഞ പ്രണയം. വിശ്വക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയതും അവൻ എഴുന്നേറ്റു. മുരുകൻ തിരികെ വന്നിട്ടില്ല. അവിടുത്തെ എല്ലാം തീർത്തിട്ട് വന്നാൽ മതിയെന്ന് പോരുമുന്നേ അവനോട് പറഞ്ഞിരുന്നു. വിശ്വ പോയി കുളിച്ചു വന്നു. ഒരു ചായയിട്ട് അതുമായി അടുക്കളയിൽ നിന്ന് ഇറങ്ങും വഴിയാണ് ഫോൺ ബെല്ലടിക്കുന്നത് കേൾക്കുന്നത്. റൂമിൽ ചാർജ് ചെയ്യാനിട്ട ഫോണിനരികിലേക്ക് നടക്കുമ്പോഴും മുരുകനാണെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ അഖിലെന്ന് കണ്ടതും അവന്റെ മുഖം ചുളിഞ്ഞു. മനസ്സിലെ അസ്വസ്ഥത ഒന്നുകൂടി വർദ്ധിക്കുന്നു. വേണോ വേണ്ടയോ എന്നൊരു ഭാവത്തിലാണ് അവൻ ആ കോൾ എടുത്ത് തന്നെ. എന്താണോ തനിക്കൊരു വലിച്ചില് പോലെ? ഞാൻ വിളിച്ച് ഇഷ്ടമായില്ല ഇനി? അത് മനസ്സിലായതുപോലെ അഖിലിന്റെ പരിഹാസം. വിളിച്ച കാര്യം പറയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിശ്വ ഒരു വഴക്കൊഴിഞ്ഞിട്ടാൻ ആഗ്രഹിച്ചു. ആദ്യം അലോഷിക്ക് മാത്രമായിരുന്നു ഈ ചൊറിയുന്ന അസുഖം. ഇപ്പോഴത് അവനോളം തന്നെ അഖിലിന്റെ വാക്കുകളിലേക്കും പ്രവൃത്തികളിലേക്കും കൂടി വലിഞ്ഞു കയറിയിട്ടുണ്ടെന്ന് വിശ്വ ഓർത്തു. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടല്ലോ നിന്നെ വിളിക്കാൻ. ഞങ്ങൾ കാണിച്ചു കൊടുത്ത് വരുത്തിയ ഒരു തൊഴിലാളി മാത്രമല്ലേടാ വിശ്വ നീ. അപ്പൊ ഇത്രയും ജാടയൊന്നും വേണ്ട കേട്ടോ. ഒരു പൊടി കടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഈ ഡീല് തീർന്നു പോയാലും നിനക്ക് ജീവിതം ബാക്കിയുണ്ടല്ലോ, ജീവനും. അഖിൽ അറിഞ്ഞു കൊട്ടുന്നുണ്ട്. വിശ്വ പക്ഷേ ആത്മസംയമനം പാലിക്കാൻ ശ്രമിച്ചു. വിളിച്ച കാര്യം പറയും. അവനത് മാത്രം വീണ്ടും ആവശ്യപ്പെടുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതിഷേധവനിൽ നിന്നില്ലെന്ന് കണ്ടതും അഖിലും പിന്നൊന്നും പറയുന്നില്ല. എന്തായി മിഷൻ മിത്ര ഡെന്നീസ് മാത്യു? അഖില ചോദിക്കുമ്പോൾ അവന്റെ സ്വരത്തിലെ മാറ്റം വിശ്വക്ക് വിറഞ്ഞു കയറി. ഇത്രയും ലാഘത്തോടെ അവൻ മിത്രയുടെ പേര് പറഞ്ഞ പോലെ ഇഷ്ടപ്പെടാത്ത വിധം ആൾ തന്നെ ഉള്ളിൽ വേരുറച്ചു പോയി എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അടുത്ത മാസം ഫസ്റ്റ് ഒരു അസൈൻമെന്റ് റെഡിയാവും. ആ പ്രൊജക്ട് ഞങ്ങൾ കിട്ടാൻ വലിയ സാധ്യതയൊന്നുമില്ലെന്നാ പ്രാഥമിക വിവരം. DRR ഗ്രൂപ്പും ഡെന്നീസ് മാത്യു അറിഞ്ഞു കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ ഒരു നാറി കളിക്ക് ഇറങ്ങി പുറപ്പെട്ടു.
വേണ്ടെന്ന് വെച്ചിട്ടും വിശ്വക്ക് അതപ്പോൾ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അതെ, അതുകൊണ്ട് തന്നെയാ ഇങ്ങനെ കുറെ നാറിയ കളികൾ കളിച്ചിട്ട് തന്നെയാ CS ഗ്രൂപ്പ് ഇന്ന് ഈ കാണുന്ന നിലയിലെത്തിയതും. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് നീ ഞങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട. ഇങ്ങനെ ഒരു നാറിയ കളികൾ ഞങ്ങൾ കളിക്കുന്നുണ്ടാ നിന്നെപ്പോലുള്ള കുറച്ച് കീടങ്ങള് ലക്ഷങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതും തൊടുന്നു, പിന്നെ അവരുടെ പല ചീളു കാര്യങ്ങളും നടത്തുന്നു. നീ അടക്കം. പരിഹാസം, പുച്ഛം, പിന്നെന്തൊക്കെയോ. അഖിലിന്റെ സ്വരം വല്ലാക്ക് അടുത്തു പോയിരുന്നു. മാർഗമല്ല വിശ്വ, ലക്ഷ്യം തന്നെ ഞങ്ങൾക്ക് പ്രധാനം. അതുകൊണ്ട് വേണ്ടാത്ത ഡയലോഗ് അടിക്കാൻ നീ നിന്നെ ഏൽപ്പിച്ച പണി മര്യാദക്ക് ചെയ്യാൻ നോക്ക്. ഇനി അധികം ദിവസമൊന്നുമില്ല, അറിയാലോ. പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടില്ലേ നിനക്ക് മുന്നിലെ ടൈം വളരെ കുറവാണെന്നുള്ളത്. അടുത്ത മാസം ലാസ്റ്റ്, ഈ ഒരു മാസം മാത്രം നിന്റെ മുന്നിലുണ്ട്. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനിയും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. ഇനി ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ പോലും നിനക്ക് പറ്റില്ല. കാരണം ഞങ്ങൾക്ക് മുന്നിൽ പിന്നെ ടൈമില്ല. ഇത്രയും കുറഞ്ഞ ടൈമിൽ ഇനി ഒരാളെ കണ്ടുപിടിക്കുന്നു ഇതെല്ലാം ചെയ്തു തീർക്കാനും കഴിയില്ല. അതുകൊണ്ട് അവളെ പ്രേമിച്ച് നിനക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തോ. ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട. ഇനിവൻ നിനക്ക് അവളെ എങ്ങനെ വേണമെങ്കിലും നീ യൂസ് ചെയ്തോടാ. അടുത്ത മാസം ഞങ്ങൾ വിളിക്കുമ്പോൾ നിന്റെ കൂടെ മിത്ര ഡെന്നീസ് മാത്യു കൂടി വേണം. നിന്റെ ജീവനുപകരം അവൾക്കുള്ളതെല്ലാം വിട്ടുതരാൻ മാത്രം നിന്നെ സ്നേഹിക്കുന്ന മിത്ര ഡെന്നീസ് മാത്യു, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് നടക്കുമ്പോഴാ ഞങ്ങളിൽ നിന്നും നീ വാങ്ങിച്ചെടുത്ത കാശുകൊണ്ട് നിന്റെ കൂട്ടുകാരന്റെ പെങ്ങളുടെ ചികിത്സാ ചെലവ് മുഴുവൻ നടത്തി തിരികെ ആ കൊച്ചിനെ നീ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ നന്ദിയാവൂ, കടപ്പാടാവൂ. നീ കൈ നീട്ടി വാങ്ങിയെടുത്ത കാശിനി എന്ന ജോലിയാവൂ. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ആ വാക്കുകൾ കാതോർക്കുമ്പോൾ വിശ്വല്ലാതെ വിയർക്കുന്നുണ്ട്. മിത്രയുടെ പ്രണയം നിറഞ്ഞേൽക്കുന്ന നോട്ടം, ചിരി, തന്നോട് സംസാരിക്കുമ്പോഴുള്ള സ്നേഹം, തിളക്കം, അതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് അവന്റെ മുമ്പിൽ തെളിഞ്ഞു. അതോടെ താൻ ദുർബലനാവുന്നുണ്ടെന്ന് വിശ്വക്ക് തോന്നി. അവന്റെ കൈകൾ ഫോണിൽ മുറുകി. പിന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞ് അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? അഖിലിന്റെ സ്വരം അപ്പോൾ വല്ലാതെ വൈകൃതമായിട്ടുണ്ടെന്ന് വിശ്വക്ക് തോന്നി. തന്നെ അവൻ മാനസികമായി തകർത്ത് കളയുകയാണ്. എന്തായാലും നീ പ്രേമം നടിച്ച് നടപ്പുണ്ട്, അത് നിനക്കൂടെ മുതലാവട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് അവൾക്കൊരു ഗർഭമുണ്ടായാലും അത് ഏറ്റെടുക്കാൻ ആളില്ലെന്നിരുന്ന് നീ പേടിക്കണ്ട. 5-10 ലക്ഷം കൊടുത്താല് അതിനും ആളുണ്ട്. നിന്നെ പോലെ കാശ് കിട്ടിയ എന്തും ചെയ്യാൻ നടക്കുന്നവർ. അതും പറഞ്ഞിട്ട് ഉറക്കെ ചിരിക്കുന്നുണ്ട്. വിശ്വ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് അവൻ ചുമലിലേക്ക് നീട്ടിയെറിഞ്ഞു. എല്ലാവരും നിന്നെ പോലെ ചെറ്റകളാണെന്ന് കരുതിയാകില്ല നീ. അവന്റെ സ്വരം പോലും ദേഷ്യം കൊണ്ട് വല്ലാതെ വിറക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ വികാരങ്ങൾക്ക് പോലും 5-10 ലക്ഷം എന്ന് വിലയിടുന്നവർ. വിശ്വക്കത് ക്ഷമിക്കാൻ കഴിയുന്നില്ല. കൺമുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ നിമിഷം അഖിലിനെ കൊന്നുകളയാൻ പോലും മടിക്കില്ലായിരുന്നു. അത്രയും ദേഷ്യം. പിന്നെ ഒരു മാന്യം വന്നിരിക്കുന്നു, വേണമെങ്കിൽ എൻജോയ് ചെയ്യടാ, വെറുതെ വീമ്പ് പറയാതെ. അവന്റെ ഒരു വിശ്വപ്രണയം വമ്പിച്ച ഓഫർ എന്നിട്ടത് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ഒരു വിട്ടി, അല്ലാതെ ഇപ്പൊ ഞാനെന്ത് പറയാനാ. അഖിലിനപ്പോഴും വലിയ കൂസലൊന്നുമില്ല. അപ്പൊ ശരി, വേറൊന്നുമില്ലല്ലോ, ഞാൻ പിന്നെ വിളിക്കാം. നീ ഞാൻ പറഞ്ഞ് വേണ്ട പോലെ ഒന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ നിനക്കൊരു നഷ്ടബോധം തോന്നാൻ പാടില്ല. അല്ല, തോന്നിയിട്ടും കാര്യമില്ല. അങ്ങനെ തോന്നാൻ പോലും പിന്നെ നിനക്ക് യോഗ്യത ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ബൈ. വിശ്വക്ക് വേറൊന്നും പറയാൻ അവസരം കൊടുക്കാതെ അഖിൽ ഫോൺ കട്ട് ചെയ്ത് പോവുകയും ചെയ്തു. ചുമരിൽ കരുതീരുവോളം ആഞ്ഞടിക്കുമ്പോൾ വിശ്വയുടെ കണ്ണുകൾ ചുവന്നു വിങ്ങി. ഹൃദയത്തിൽ അവന്റെ വാക്കുകൾ തീർത്ത പോറൽ നീറി പുകഞ്ഞു. അപ്പോഴും തന്റെ ഗതികേട് ഓർത്തുകൊണ്ട് അവന്റെ നെഞ്ചിൽ വല്ലാത്തൊരു നോവ് കടയുന്നുണ്ട്. നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അത് അവനെ ആകെ തളർത്തി. അഖിലാണ് വിശ്വ വിളിച്ച്? പിന്നിൽ നിന്നുള്ള മുരുകന്റെ നനവുള്ള ചോദ്യം. വെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് തന്നെ നോക്കി ആ വാതിൽപ്പടിയിൽ ചാരി തന്നോളം നോവ് സഹിച്ചുകൊണ്ട് മുരുകൻ നിൽക്കുന്ന വിശ്വ കണ്ടത്. തോളുകൊണ്ട് നനഞ്ഞുപോയ കണ്ണുകൾ തുടച്ചിട്ട് അതേന്ന് മൂളിക്കൊണ്ട് വിശ്വ ഫോൺ തിരിവെക്കാൻ മുറിയിലേക്ക് തന്നെ പോയി. തിരിച്ചു വരുമ്പോൾ ഹാളിൽ അവൻ എറിഞ്ഞുടച്ചു പോയ ഗ്ലാസ്സിലുകൾ നിലത്തിരുന്നുകൊണ്ട് കയ്യിൽ പെറുക്കി കൂട്ടുന്ന മുരുകനെയാണ് അവൻ കാണുന്നത്. വിശ്വ ഉറക്കി വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ മുരുകനൊന്ന് മൂളി. അവൻ കരയുകയാണെന്ന് വിശ്വക്ക് മനസ്സിലായി. കായ് മുറി മുരുക, നീ മാറിക്കേ, ഞാൻ ചൂലുകൊണ്ട് വരാം. ഇല്ലടാ, ഇത് തീർന്നു. കണ്ണീരിന്റെ നനവുള്ള സ്വരം. എടാ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അഖിലി അവനെന്തൊക്കെയാ പറഞ്ഞു കേട്ടപ്പോ സോറി. ചില്ലുമായി എഴുന്നേറ്റ് മുരുകന്റെ മറുകയിൽ വിശ്വ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനല്ലേ വിശ്വ സോറി പറയേണ്ടത്. അവന് നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് മുരുകൻ ആ കൈ വിടിവിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ വിശ്വ ആ ചുമരിൽ ചാരി നിന്നു. കയ്യിലൊരു തുണിക്കഷ്ടവുമായി മുരുകൻ വരുന്നതും ആ ചായ തുടക്കുന്നതും അതിനൊപ്പം തന്നെ അവൻ കണ്ണീർ തുറക്കുന്നതുമെല്ലാം വിശ്വ കാണുന്നുണ്ട്. അപ്പോഴെല്ലാം മീനുടഞ്ഞു പോയ ചില്ല് കഷ്ണങ്ങൾ കുത്തി തുളച്ചു കയറുന്ന പോലെ അവന്റെ നെഞ്ചം മുറിഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും വല്ലാത്തൊരു നിശബ്ദം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം.
മിത്രയും ടീനയും ഒരുപോലെ ശ്വാസം മുട്ടിക്കുന്നുണ്ടാകും മൗനം. രണ്ടുപേരും ഒന്നിച്ചുണ്ടാകുമ്പോൾ വളരെ അപൂർവമായിരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുന്നത്. എബിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ സങ്കടം എനിക്കറിയാലോ. അവൻ എത്രമാത്രം നിന്നെ സ്നേഹിച്ചു പോയിരുന്നെന്ന്. പെട്ടെന്ന് അതൊക്കെ ഓർത്തപ്പോൾ സോറി, എനിക്കറിയാം നിനക്ക് സങ്കടമായെന്ന്. ടീന മിത്രയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. ആളുടെ നോട്ടത്തിലും വാക്കുകളിലും പ്രകടമായി കാണുന്ന ആത്മാർത്ഥയില്ലായ്മ അതായിരുന്നു മിത്രയെ ആ നിമിഷം വേദനിപ്പിച്ച്. അബിയ ആരെങ്കിലും ഒരാൾ അവളെ വിളിച്ചു കാണുമെന്നും തന്നോട് അവൾക്കുള്ള പിണക്കം വിട്ടുകളഞ്ഞ് സംസാരിച്ചു തീർക്കാൻ പറഞ്ഞു കാണുമെന്നും മിത്ര ഊഹിച്ചു. അങ്ങനെയാണ് തനിക്ക് മുന്നിലിരിക്കുന്നവരുടെ ഭാവം. ഏയ് ഇല്ല, ഞാനൊക്കെ വിട്ടു. മിത്രയും കണ്ണു ചിമ്മി കാണിച്ചു. പിന്നെ നിന്നോട് ദേഷ്യമില്ലെന്ന് പറയുന്നവൾ തന്നെ അവനോടുള്ള എന്റെ ദേഷ്യം പോയിട്ടുമില്ല. അപ്പോൾ വീണ്ടും ടീനയുടെ മുഖം ഇരുണ്ടുകൂടി. എനിക്കറിയാം. മിത്ര പക്ഷേ ചിരിയോടെയാണത് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയോ? അതെന്തായാലും എനിക്ക് തോന്നാത്തത്തോളം കാലം അതെന്നെ എന്റെ സ്നേഹത്തെയോ ബാധിക്കില്ല. മിത്ര അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഇനിയും ഒരു വഴക്കുണ്ടാക്കാൻ വയ്യെന്ന പോലെ ടീന കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് ദേഷ്യം ഒതുക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചു. കുറെ പ്രാവശ്യം പറഞ്ഞതാ, എങ്കിലും ലാസ്റ്റ് ഒരു വട്ടം കൂടി പറയുന്നു. അവനെന്റെ ശരിയാണ്, അവനെ ഞാൻ സ്നേഹിക്കുന്നു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അവൻ ശരിയാണ്, നിന്റെ മാത്രം ശരിയാണ്. എനിക്കതിന് തോന്നുന്നില്ല. അബിക്കും തോന്നിയിട്ടില്ല. വ്യക്തമായ എന്തോ ഉദ്ദേശം ഉണ്ട് അവന്. അതിലേക്ക് എത്തിച്ചേരാൻ മാത്രമുള്ള ഒരു വഴിയാണ് അവന് മുമ്പിൽ നീ. മനസ്സിലായിക്കൊള്ളുന്നു നിനക്കും അത്. പുച്ഛമാണ് ടീനയ്ക്ക്. മിത്ര അപ്പോഴും ചിരിച്ചു. രൂപം കൊണ്ടും ഭാവം കൊണ്ടൊക്കെ നിനക്ക് അവൻ ചേർന്നവനായിരിക്കാം. പക്ഷെ ലൈഫിൽ അതൊന്നും മാത്രം പോരാ മിത്ര. നിന്നെക്കുറിച്ച് എനിക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നീ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു. ടീനയുടെ അനിഷ്ടം അവളുടെ നോട്ടത്തിൽ പോലും ഉണ്ട്. നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നു, സ്നേഹം തോന്നുന്നു, അതവന്റെ രൂപം കണ്ടിട്ടോ ഭാവം കണ്ടിട്ടോ ഇല്ലെന്ന് നിനക്കറിയാമോ? മിത്ര ടീനയോട് ചോദിച്ചു. എനിക്കറിയില്ല, എനിക്കങ്ങനെ മുൻപരിചയമില്ല. എന്നാൽ എനിക്കറിയാം, മുൻപരിചയം എനിക്കുമില്ല. വീശോയെ കാണുവരെയും. ഇനിയിപ്പോൾ അങ്ങനെ തോന്നുന്നവരുണ്ടായിരിക്കും, പക്ഷെ കൂടുതൽ അങ്ങനെയുള്ളവരായിരിക്കില്ല. ഒരാളിൽ നിന്ന് കിട്ടുന്ന പരിഗണന, കെയറിങ്, ബഹുമാനം ഇതെല്ലാം അനുഭവിച്ചറിയുമ്പോൾ മാത്രം തോന്നുന്നൊരു വികാരമാണ് എനിക്ക് സ്നേഹം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞതിൽ വിശ്വ ഓക്കെയാണ്. അത്രയും ഞാൻ നോക്കിയുള്ളൂ. അത്രയും സത്യത്തിൽ നോക്കേണ്ട ആവശ്യമുള്ളൂ. രൂപവും ഭാവവും ഭംഗിയൊക്കെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതാ. പിന്നെ ഫിനാൻഷ്യൽ ഡിഫറൻറ്റ്, അത് നല്ലൊരു ജോലി കിട്ടിയാൽ ബാലൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അവനെനിക്ക് ഓക്കെയാണ്. ഐ ലവ് ഹിം. ഒട്ടുമേ പതർച്ചയില്ലാത്ത അവളുടെ വാക്കുകൾ. ടീനക്ക് പിന്നെയൊന്നും പറയാനുള്ള അവസരം പോലും ഇല്ലായിരുന്നു അവിടെ ഒരിടത്തും. എനിക്ക് നിന്നോടും ദേഷ്യമില്ല ടീന. ഞാനും നീ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കണം ഇനിയെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ വിഷയം ഞാൻ ഉപേക്ഷിച്ച് കളയുന്നതുകൊണ്ട് അർത്ഥമില്ല. എൻ്റെ ലൈഫിൽ എൻ്റെ ചോയ്സ് മാത്രമേ നടക്കൂ. അതായത് അവനെ ഉപേക്ഷിച്ച് കളയാൻ നിങ്ങളാരും എന്നോട് പറയരുതെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ചിരിച്ചുകൊണ്ട്, എന്നാൽ ഒരാളെ കൊണ്ട് എത്രത്തോളം ഉറപ്പിൽ ഒരു കാര്യം പറയാൻ കഴിയുമോ അത്രത്തോളം ഉറപ്പിൽ ടീനയോടത് പറഞ്ഞുകൊണ്ട് മിത്ര എഴുന്നേറ്റു. 5 ലക്ഷം, അതിൽ കൂടുതൽ എനിക്ക് വേണ്ട ഡോക്ടർ. പിന്നെ എന്ത് കിട്ടിയാലോ നിങ്ങളെടുത്തോ. എനിക്ക് 5 ലക്ഷം മാത്രം മതി. അത്രയും വലിയൊരു കെണിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് നിന്ന് ഊരി പോകാൻ വേറെ മാർഗം എനിക്ക് മുമ്പിലില്ല. ജീവിതകാലം മുഴുവതിൻ്റെ പേരിൽ നേറി കഴിയാൻ എനിക്ക് വയ്യ. അതിനേക്കാൾ ഭേദാ എന്നെ ഒരു കിഡ്നി വിറ്റിട്ടായാലും ഈ ബാധ്യത തീർക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്ലീസ് ഡോക്ടർ, എന്നെ ഒന്ന് സഹായിക്കണം. ഒരാൾക്ക് സാധ്യമാവുന്ന അത്രയും ദയനീയതയുണ്ട് അത് പറയുമ്പോൾ മുരുകന്റെ സ്വരത്തിൽ. അത്രയും ഗതികെട്ട് പോയവന്റെ നിസ്സഹായത. പക്ഷെ അതിന് ഡോക്ടർ മറുപടി അറിയും മുന്നേ, അവൻ കേൾക്കും മുന്നേ ആരോ ബലമായി അവന്റെ ചെവിയിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങി. ഞെട്ടിക്കൊണ്ട് മുരുകൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജ്വലിക്കുന്ന പോലെ ഒരു നോട്ടം കൊണ്ട് അവനെ ദയിപ്പിച്ചുകൊണ്ട് വിശ്വ നിൽക്കുന്നു. മുരുകൻ അറിയാതെ തന്നെ പിന്നിലേക്ക് ഒരു ചുവട് വെച്ചു. അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് വിശ്വ ആ ഫോൺ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. ആരായിരുന്നു ഫോണില്? കടുപ്പത്തിൽ വിശ്വ ചോദിക്കുമ്പോൾ അവനെല്ലാം കേട്ടിരുന്നു എന്ന് മുരുകൻ ഉറപ്പുണ്ട്. ഡോക്ടർ വേണുഗോപാൽ. മുരുകന്റെ സ്വരം വിറച്ചു. മല്ലിയുടെ ഡോക്ടറാണത്. വീശയ്ക്കും അറിയാം അയാളെ. എന്തായിരുന്നു നീയും ഡോക്ടറായിട്ടുള്ള ഇടപാട്? വീശ കുറച്ചുകൂടി മുരുകന്റെ അരികിലേക്ക് നീങ്ങുന്നിട്ട് ചോദിച്ചു. മല്ലിയെക്കുറിച്ച് താൻ ആലോചിച്ചുറപ്പിച്ച കാര്യം അതൊരിക്കലും അവനെ അറിയേണ്ടെന്നൊരു സ്വാർത്ഥത. അറിഞ്ഞാൽ അവൻ എന്ത് വിചാരിക്കും എന്നുള്ള ഭയം. അവനെല്ലാം കേട്ടെന്നറിഞ്ഞിട്ടും മുരുകൻ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞിരുന്നു. വീശയുടെ കൈകൾ ശക്തമായി മുരുകന്റെ കവിളിൽ പതിഞ്ഞു പോയി. അവനെ കൺമുമ്പിൽ കണ്ട നിമിഷം മുതൽ അങ്ങനെയൊന്നുകൂടി മുരുകൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് പ്രത്യേകിച്ച് ഞെട്ടില്ലെന്ന് തന്നെ തോന്നിയില്ല. അടി കിട്ടിയിട്ടും ഇത്രയൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയിട്ട് ഇനി കിഡ്നി വിറ്റ് കാശാക്കി ചെയ്യാൻ മാത്രം എന്താ അത്യാവശ്യമാണോ നിനക്ക്? പറയുന്നതിനോടൊപ്പം വിശ്വ ദേഷ്യത്തോടെ മുരുകനെ പിടിച്ചൊന്ന് പിന്നിലേക്ക് തള്ളി മാറ്റി. മുഖം കുനിച്ച് നിൽപ്പാണ് അവൻ. വിശ്വക്കും വല്ല വേദനിക്കുന്നുണ്ട് അവനെ നോക്കുമ്പോൾ. അപ്പോൾ അവന്റെ മാനസികാവസ്ഥയെ ഓർക്കുമ്പോൾ, കുറ്റം ചെയ്ത പോലെയുള്ള ആ നിൽപ്പ് കാണുമ്പോൾ. അപ്പോഴും ശ്വാസം പിടിച്ച പോലെ അങ്ങനെ തന്നെ നിൽക്കുന്ന മുരുകന്റെ അരികിൽ ചെന്നിട്ട് വിശ്വ അവന്റെ തോളിൽ ചേർത്ത് പിടിച്ചതും പൊട്ടിക്കരഞ്ഞോടാൻ വിശ്വ ഇറുകെപ്പണന്നു. ക്ഷമിക്കടാ, നീ ഇങ്ങനെ എന്റെ കൺമുമ്പിൽ ഒരുക്കി ഇല്ലാതായിത്തീരുന്ന കാണുമ്പോൾ എനിക്ക് വൈകിയടാ ഇത് സഹിക്കാൻ. നിന്നെക്കാളും എനിക്കാ വേദനിക്കുന്നത്. മല്ലിക്ക് വേണ്ടി നീ മാത്രം ഇത്രയൊക്കെ സഹിക്കുന്നു. ഞാനെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ സത്യമായിട്ട് അതുകൊണ്ടാണ് വിശ്വ.
ആ കാശ് കൊണ്ടുപോയി അവന്റെ കണ്ണാക്കിൽ എറിഞ്ഞു കൊടുത്തിട്ട് ഇതുവരെയും കയറി ചൊറിഞ്ഞതിനുള്ള കൊടുത്തീർത്ത് എന്താ നീക്കുമായിട്ട് അവനോടൊക്കെ സലാം പറഞ്ഞിട്ട് പോലെ എനിക്ക് വല്ലാത്ത മോഹം തോന്നി ഈശോ. ഞാൻ നോക്കിയിട്ട് അതിനും വേറെ വഴിയും കണ്ടില്ലാണ്. അതുകൊണ്ട് ഞാൻ ഡോക്ടറെ വിളിച്ച്. കരച്ചിലിനിടയിലും മുരുകൻ അവൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹേയ് സാരില്ല. ഹൃദയത്തോളം ചേർത്ത് പുണർന്നുകൊണ്ട് വിശ്വന്റെ പുറത്തെട്ടി കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചു. അവൾ എൻ്റെ കൂടി പെങ്ങളല്ലേടാ. ഹൃദയം മുറിഞ്ഞിട്ടും വരുത്തി കൂട്ടി ഒരു ചിരിയോടെ മുരുകൻ അടർത്തി മാറ്റി. അവൻ്റെയും കണ്ണുകൾ ചുവന്ന് വിങ്ങിപ്പോയിരുന്നു. ആണ്, പക്ഷെ അവളിപ്പം നിന്റെ മാത്രം പെങ്ങൾ പോലെ ആയില്ലേ. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോടാ. അമ്മമാര് വിളിച്ചു പറയുന്ന സകല വൃത്തിയുടെ നീ ഒറ്റയ്ക്ക് കേൾക്കുകയല്ലേ. സഹിക്കില്ലാതെ എനിക്കൊന്നിനും വയ്യടാ. മുരുകന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊളിച്ചു. അതിന് നിനക്ക് എന്നെ പോലെ പ്രേമിക്കാൻ അറിയോടാ. നിനക്ക് എന്നെ അത്ര ഗ്ലാമർ ഉണ്ടോടാ. നിനക്ക് എന്നെ പോലെ നന്നായിട്ട് സംസാരിക്കാൻ അറിയോടാ. സംസാരിച്ച് വീഴ്ത്താൻ അറിയോ? വീശ ചിരിയോടെ അവനെ നോക്കി മുരുകൻ മുഖം കുരിച്ചു. നിനക്ക് കൂടി വേണ്ടിയിട്ടല്ലേ മുരുക ഞാൻ ഈ ചക്രവ്യൂഹത്തിൽ കിടന്ന് ചുറ്റുന്നത്. എന്നിട്ടും നീ കൂടി ഇനി എന്നെ... വിശ്വക്ക് ശരിക്കും സങ്കടം വന്നു. പറ്റിപ്പോയി വിശ്വ, നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി നല്ലടാ. നീ ഇനി അമ്മമാർക്ക് മുമ്പിൽ തോറ്റിക്കുന്ന കാണാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാ. എനിക്ക് സഹിക്കാൻ വയ്യായിട്ടാ. ആർക്കു മുമ്പിലും തൻ്റെ അടിയറ പറയാത്ത നിന്റെ സ്വഭാവം എനിക്കറിയാലോ. മുരുകൻ വിശ്വയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. നിമിത്തത്തിലും വിധിയിലൊന്നും എനിക്കത്ര വിശ്വാസമില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരിക്കലും ആഗ്രഹിക്കാത്ത വിധം ഇങ്ങനെ കുരുങ്ങിപ്പോകുമോ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.